നമുക്ക് സേതുവിന്റെ പല്ലിവിടെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി വിശേഷങ്ങളാണ്. അപ്പൊ ഇത്രയും നാളും ഇന്ദ്രൻ അങ്ങനെ വെലസ് നടക്കുവാണ്. അങ്ങനെ ഇന്ദ്രന്റെ പൂട്ട് വീഴുന്നുണ്ട്. സത്യങ്ങളൊക്കെ ലക്ഷ്മിയമ്മ വേണുഗോപാലും ഒക്കെ അറിയുവാണ്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഒടുവില് വേറെ ഗത്യന്തരം ഒന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോ സേതു പൂർണിമയും ഋതുവിനെ അച്ഛനെയും കൊണ്ടൊക്കെ തന്റെ ആ പഴയ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ പോയി അന്നൊരു രാത്രി അവിടെ കഴിഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം ഋതുവിന് നല്ല പ്രതീക്ഷ, പൂർണിമ ടെക്സ്റ്റൈൽസ് ഉണ്ടല്ലോ. അപ്പൊ പിന്നെ പൂർണിമ ടെക്സ്റ്റൈൽസില് പോയി കാര്യങ്ങളൊക്കെ നോക്കാം. ഈ പറയുന്ന പൂർണിമ ടെക്സ്റ്റൈൽസില് ലക്ഷ്മി അമ്മയ്ക്ക് യാതൊരു അവകാശമില്ല. തന്റെ അമ്മയുടെ പേരിൽ അച്ഛൻ തുടങ്ങിയ പൂർണിമ ടെക്സ്റ്റൈൽസാ. അങ്ങനെ ഋതു പോവാനായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രനും ആ കൂടെ ഇറങ്ങുവാണ്. ഞാനും കൂടെ വരാമെന്നും പറഞ്ഞുകൊണ്ട്. ഇന്ദ്രന്റെ ഉദ്ദേശം വേറെ ആയിരുന്നില്ല, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. കാരണം പൂർണിമ ടെക്സ്റ്റൈൽസിലേക്ക് ഋതു ചെല്ലൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ദ്രൻ നേരത്തെ തന്നെ ലക്ഷ്മിയമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പൂർണിമ ടെക്സ്റ്റൈൽസിൽ വെച്ച് ഇനി ഇവര് വരുമാനം ഉണ്ടായിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യും ലക്ഷ്മിയമ്മയെന്നൊക്കെ ഇന്ദ്രന് നന്നായിട്ട് അറിയായിരുന്നു. അപ്പൊ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാ ഒന്നും അറിയത്തില്ലാത്ത മട്ടില് ഋതുവിനോടൊപ്പം ഇന്ദ്രൻ ഇറങ്ങിത്തിരിക്കുന്നേ. അതേസമയം മൂർത്തിയെ വിളിച്ചിട്ട് ലക്ഷ്മിയമ്മ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അവര് നേരെ പൂർണിമ ടെക്സ്റ്റൈൽസിലേക്ക് പോകുവാണ്. ഇതൊന്നും പാവം ഋതു അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പൂർണിമ ടെക്സ്റ്റൈൽസിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ മാനേജർ കസാരയിലും നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി അമ്മ കേറിയിരിക്കുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോ സഹിച്ചില്ല. അപ്പോഴേക്കും ഋതു പോയി വഴക്കുണ്ടാക്കുവാണ് ലക്ഷ്മിയമ്മയോട്. ഇത് എന്റെ അച്ഛൻ എന്റെ അമ്മയുടെ പേരില് തുടങ്ങി വെച്ച ടെക്സ്റ്റൈൽ ഷോപ്പാ പൂർണിമ ടെക്സ്റ്റൈൽസില്. ഇവിടെ നിങ്ങൾക്ക് എന്താ അവകാശം? മര്യാദയ്ക്ക് എവിടെ നിറയ്ക്കണം, ഇതെന്റെ അമ്മയുടെ പേരിലുള്ളതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവര് പറഞ്ഞു, നിന്റെ അമ്മയുടെ പേരിലുള്ളതിന് തെളിവ് എന്താ ഉള്ളത്? നിന്റെ അമ്മയുടെ പേര് മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ തെളിവ് എന്തേലും ഉണ്ടോ? ഇതേ എന്റെ ഭർത്താവിന്റെ സ്വത്താ. എന്റെ ഭർത്താവിന്റെ സ്വത്തില് ഭാര്യയ്ക്ക് അവകാശമുള്ള ഭാര്യ ഞാനാണ് ലീഗലായിട്ട്. അങ്ങനെ ഒടുവില് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കവും പ്രശ്നങ്ങളായി. ലക്ഷ്മിയമ്മ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു കഴിഞ്ഞപ്പോ ഇന്ദ്രന് ഭയങ്കര സന്തോഷമായി. ഋതുവാണ് ആകെപ്പട വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ഗർഭിണിയും കൂടെ അല്ലേ. ആ സമയത്ത് ലക്ഷ്മിയമ്മ പോലീസിനോട് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയാണ്. ഋതുവിനോട് വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. നീക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? നിങ്ങൾ മകളാന്ന് പറയുന്നു, തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ ഋതുവിന്റെ കയ്യിൽ എവിടുന്ന തെളിവ്? പിന്നെ തന്റെ അമ്മയുടെ പേരിലാന്ന് പറഞ്ഞാലും അതിന് തക്കതായ തെളിവുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഋതു ആകെപ്പാടെ പെട്ടുപോയി. ഒടുവില് ലക്ഷ്മിയമ്മ അവിടെ ജയിച്ചു. ഋതു നാണം കിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇന്ദ്രന് ഭയങ്കര സന്തോഷമായി. ഇന്ദ്രൻ ഋതുവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയമ്മ ഭയങ്കര വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട്. നിങ്ങൾ അധികം നാളെ കസേരയിലൊന്നും കയറിയിരിക്കില്ല, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാന്നൊക്കെ പറഞ്ഞിട്ട് പോരുന്ന സമയത്ത് ഇന്ദ്രൻ ഋതുവിനോട് പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് ചെയ്യും? പൂർണിമ ടെക്സ്റ്റൈൽസ് ആയിരുന്നുള്ള ഏക പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കില് അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാനായിട്ട് ഋതു ഒരുക്കുമായിരുന്നില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് സേതുവിനോടും പൂർണിമയോടും ഒക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറയണം. പൂർണിമ ആകെ തകർന്നു പോയി. കാരണം ഏക പ്രതീക്ഷ അതായിരുന്നു, അതും പോയല്ലോ. അച്ചു പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല സേതുവേട്ടാ, എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാല് ആ വീട്ടിൽ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ പൂർണിമ ടെക്സ്റ്റൈൽസ് അച്ഛൻ അമ്മയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച, എന്നിട്ടോ ഇപ്പൊ അവിടെ ഒരു അധികാര അവകാശം ഇല്ലാതെ ഇറക്കി വിട്ടിരിക്കുന്നു. സേതുവിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ലക്ഷ്മിയമ്മയുടെ ഈ അഹങ്കാരമൊക്കെ. എത്ര എന്ന് വെച്ചാ സഹിക്കുന്നേ? എല്ലാത്തിനും ഒരു പരിധിയില്ലേ? ഒരു തെറ്റെന്തേലും ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ അതിനൊരു മര്യാദയുണ്ട്. ഇത് ഒരു തെറ്റും ചെയ്യാതെയാ ലക്ഷ്മി അമ്മ ഇങ്ങനെ ആട്ടി അകറ്റിക്കൊണ്ടിരിക്കുന്നേ. ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു വാശിയോട് കൂടിയിട്ട് പിന്നീട് സേതു പല്ലവിയെ വിളിച്ചു കാര്യങ്ങളൊക്കെ പറയണം. പല്ലവിയോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ നീ ലക്ഷ്മി അമ്മയോട് കാര്യങ്ങളൊക്കെ തിരക്കി അറിയണം, ഇതെങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു. ഒടുവില് ലക്ഷ്മി അമ്മ വരാൻ വേണ്ടി പല്ലവി കാത്തിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി അമ്മയോട് വായി വന്നെല്ലാം പല്ലവി പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് അത്യാഗ്രഹം പാടില്ല. ഒന്നുമല്ലേലും നിങ്ങൾ ഇത്രയും കാലം മേലെടുത്ത് താമസിച്ചല്ലേ, നീ അതിനകത്തൊരു മകളും ഇല്ലേ? എന്നിട്ടിപ്പം ആ പാവം പിടിച്ച പൂർണിമേനെ അവരെയൊക്കെ ഇറക്കി വിട്ടെന്ന് പോരാ, ആ പൂർണിമ ടെക്സ്റ്റൈൽസിൽ പോയി അധികാരം കാണിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നുന്നു? ഇതിന് മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ നിങ്ങളോട് ചെയ്തത്? ആ പൂർണിമയുടെ ശാപം ഉണ്ടല്ലോ, ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ തലേന്ന് പോകത്തില്ല. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ലക്ഷ്മി പറഞ്ഞു, തലേന്ന് പോകത്തില്ല പോലും, എനിക്കറിയാം എന്ത് വേണമെന്ന്. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, സേതുവേട്ടനുണ്ടല്ലോ, അങ്ങനെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഈ പറയുന്ന പൂർണിമേനെയൊക്കെ പൊന്നുപോലെ നോക്കിക്കോളും.
പിന്നെ ഒരു കാര്യമുണ്ട് അമ്മേ, അമ്മ ചെയ്തു കൂട്ടുന്ന ഈ തെറ്റുകളൊക്കെ ഉണ്ടല്ലോ എന്നെങ്കിലും ഒരിക്കലും എണ്ണി എണ്ണി കണക്ക് പറയേണ്ട വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു, അവനെ എന്നോട് തെറ്റ് ചെയ്തേ, അവൻ കാരണം എന്റെ ജീവൻ നശിച്ചേ. ഒടുവില് അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേനും അറിയാതെ ലക്ഷ്മിയമ്മയുടെ വായന്ന് ആ കാര്യങ്ങളൊക്കെ വീണു പോവാണ്. എന്നെക്കുറിച്ചും അതായത് മാധവേണ്ണനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്റെ കല്യാണം മുമ്പ് കഴിഞ്ഞായിരുന്നു. അതിനകത്ത് സേതു എന്ന് പറഞ്ഞൊരു മകനുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ സേതു തന്നെയാണ് വേണുവേട്ടനോട് പോയി പറഞ്ഞു കൊടുത്തത്. അത് മാത്രമല്ല മയൂരിയുടെ കല്യാണം മുടക്കി അതൊക്കെ പറഞ്ഞ് വേണുവേട്ടന്റെ വായന്ന് ഞാൻ എന്തൊക്കെ ചീത്ത കിട്ടു. അങ്ങനെയാണ് എനിക്ക് ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നതെന്നൊക്കെ. അതൊരു പുതിയ അറിവായിരുന്നു പല്ലവിക്ക്. പല്ലവി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. തന്റെ സേതുവേട്ടൻ അങ്ങനെ ചെയ്യുവോ, വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. പല്ലവി പറഞ്ഞു, അതെ, ഒരിക്കലും എന്റെ സേതുവേട്ടൻ അങ്ങനെ ചെയ്യത്തില്ല. സേതുവേട്ടൻ എന്റെ ആവശ്യമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സേതുവേട്ടൻ മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞേനം. സേതുവേട്ടൻ അമ്മയുടെ ജീവിതം താർക്കാൻ താല്പര്യം ഇല്ലാത്തോണ്ടാ സേതുവേട്ടൻ ആ മേലെടുത്ത് വീട്ടിലേക്ക് പോലും വരാതിരുന്നേ. എന്നിട്ട് എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാന്ന് പറഞ്ഞു. തെറ്റിദ്ധരിപ്പിച്ചൊന്നുമല്ല, എന്നോട് വേണുവേട്ടൻ തന്നെയാ നേരിട്ട് വന്ന് പറഞ്ഞത്. പല്ലവിക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇങ്ങനെയൊന്നും ഒരിക്കലും സേതുവേട്ടൻ ചെയ്യില്ല എന്നറിയാം. പക്ഷേങ്കില് ലക്ഷ്മി അമ്മ തറപ്പിച്ച് പറയാ, അത് അങ്ങനെ തന്നെയാണ്. സേതുവാണ് എല്ലാത്തിനും കാരണക്കാരൻ. എന്റെ മോളുടെ വിവാഹം വരെ മുടക്കി എന്നെ ആ വീട്ടിൽ നിന്ന് വേണുവേട്ടനെ ഇറക്കി വിടാൻ കാരണം അവൻ ഒറ്റയെടുത്തന. അവന്റെ ജീവിതം ഞാൻ ഒരിക്കലും നന്നാവാൻ പോകാൻ ആഗ്രഹിക്കില്ല. അവൻ നശിച്ചു പോകണമെന്ന് ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്റെ ജീവിതം തല്ലിക്കെടുത്തിയവനാ. അവനെ ഞാൻ പിന്നെ വെറുതെ വിടുമെന്നോ കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ ലക്ഷ്മിയമ്മയുടെ മനസ്സിലുള്ള ആ കാര്യങ്ങളൊക്കെ പല്ലവി അറിയാണ്. ഇതറിഞ്ഞു കഴിഞ്ഞപ്പത്തിനും പല്ലവി സേതുവിനെ വിളിച്ചു. സേതുവിനെ വിളിച്ചട്ടെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ സേതുവും പല്ലവിയും കൂടെ കാണുന്ന സമയത്ത് സേതുവിനോട് പല്ലവി കാര്യങ്ങളൊക്കെ പറയണം. അത് കേട്ടപ്പോ സേതുവിന്റെ ഒരു അമ്പരപ്പായിരുന്നു. സേതു പറഞ്ഞു, ഇല്ല പല്ലവി, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ ആവായിരുന്നു. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യില്ല എന്ന് പറയണം. അമ്മയുടെ ജീവൻ നശിപ്പിക്കാനായിട്ട്. പിന്നെ എന്റെ പെങ്ങളല്ല മയൂരി, അവളുടെ ജീവൻ നശിപ്പിക്കാനായിട്ട് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത് കേട്ടപ്പം പല്ലവി പറഞ്ഞു, എനിക്കറിയില്ല സേതുവേട്ട. ലക്ഷ്മി അമ്മ ഈ കാര്യങ്ങൾ പറഞ്ഞു, ഇതിനകത്ത് എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരിയും പറയുന്നുണ്ട്, എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്, എന്താണെന്ന് അറിയണം. അത് അയാളെ തന്നെ കാണണം, ആ വേണുഗോപാലിനെ. അയാൾ ഒരു പക്ഷെ ഇതിനിടയ്ക്ക് കിടന്ന് കളിച്ചാണോ എന്ന് അറിയത്തില്ല. അമ്മയും മോനെ എല്ലാരും കൂടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. സേതുവിന് നല്ല ദേഷ്യമായിരുന്നു. സേതു പിന്നീട് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്ത് ചെയ്തു? രണ്ടും കൽപ്പിച്ച് വേണുഗോപാലിനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ സേതു എന്ത് ചെയ്തു? ഒരു കത്തിയൊക്കെ എടുത്തു. കാരണം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. താനാണ് അയാളോട് പറഞ്ഞെന്നാ പറഞ്ഞേ. അത്രയും വലിയ പച്ചക്കള്ളത്തരം പറയാനായിട്ട് തന്നെ അമ്മയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അയാളാണ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ. ഈ സമയം സേതുവിന്റെ ഫോൺ കോൾ വന്നു കഴിഞ്ഞപ്പോ തന്നെ വേണുഗോപാൽ ഒരു കാര്യം തീരുമാനിച്ചു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അവൻ ഇങ്ങോട്ടേക്ക് വരട്ടെ, അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഓർത്തോണ്ട് പോയി പിസ്റ്റളൊക്കെ എടുത്തോണ്ട് വരുവാണ്. ഇത് അങ്ങോട്ടേക്കൊന്ന് ശൈലജ കണ്ടു. ശൈലജ ചോദിച്ചു, എന്താ വേണുവേട്ട അത്? വേണുവേട്ട എന്താ ഈ പിസ്റ്റളൊക്കെ എടുത്തോണ്ട്? ഇതും കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് വേണുവേട്ട, ഒരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോവരുത്. ആരുമായിട്ടൊരു വഴക്കിനും വയ്യാവലിക്കൊന്നും പോവരുത്. എന്റെ പഴയ സ്വഭാവം പലർക്കും അറിയില്ല. അതെന്താ എന്നെ അറിയിച്ചു കൊടുക്കാൻ പോകുന്നുള്ളെന്നൊക്കെ പറഞ്ഞു. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു. ഇനി അവൻ തന്റെ മുന്നിലേക്ക് വരട്ടെ, അവനെ താൻ തീർത്ത് കളയും. തന്റെ തല തല്ലി പൊളിച്ചിട്ട് കടന്നു കളഞ്ഞവൻ അവന്. അപ്പൊ ഇന്ദ്രനാണ് സേതു നോർത്തല്ലേ അയാൾ ഇരിക്കുന്നേ, വേണുഗോപാല്. അയാൾക്ക് സത്യാവസ്ഥ അറിയത്തില്ലല്ലോ. അപ്പൊ വരാൻ പോകുന്ന ഇന്ദ്രനാന്ന് കരുതിയിട്ടാണ് അയാള് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ. അങ്ങനെ സേതു എന്ത് ചെയ്തു? രണ്ടും കൽപ്പിച്ചാണ് മേലിടത്തിലേക്ക് വരുന്നത്. രണ്ടിലൊരു തീരുമാനം ഉണ്ടാക്കണം. അപ്പൊ ഇത്രയും നാള് തന്റെ ജീവൻ നശിക്കാൻ കാരണം ഇയാളാണെന്നൊരു ചിന്തയൊക്കെ സേതുവിന്റെ മനസ്സിലുണ്ടായി. അങ്ങനെ കാറിൽ വന്ന് സേതുവോടെ ഇറങ്ങുമ്പോഴത്തേനും വേണുഗോപാൽ എന്ത് ചെയ്തു? തോക്കൊക്കെ എടുത്തോണ്ട് ചെല്ലുവാണ്. അങ്ങനെ സേതു ഇറങ്ങി വേണുഗോപാലിന്റെ അടുത്തേക്ക് വന്നു. ഈ സമയത്ത് വേണുഗോപാൽ അമ്പരപ്പോളെ സേതുവിനെ നോക്കി. എന്നിട്ട് ചോദിച്ചു, നീ ആരാന്ന് ചോദിക്കുകയാണ്. അപ്പൊ സേതുവിനെ കണ്ടിട്ട് വേണുഗോപാലിന് മനസ്സിലായില്ല. അപ്പോഴേക്കും സേതു പറഞ്ഞു, അതെ, ഞാനാണ് സേതു മാധവൻ എന്ന് പറയണ. സേതു മാധവനോ? നീയോ? അതെ, പൊന്നും പടത്തിലെ മാധവൻ മേനോന്റെ മകൻ സേതു മാധവൻ എന്ന് പറയണം. അതെങ്ങനെ ശരിയാവും? ഒന്നും മനസ്സിലായില്ല അങ്ങോട്ടേക്ക് വേണുഗോപാലിന്. വേണുഗോപാൽ പറഞ്ഞു, ദേ അടോ അഭ്യാസം ഒന്നും എന്റെ അടുത്ത് വേണ്ട. നീ സേതു അല്ലെന്നുള്ള കാര്യം അറിയാം. സേതു വേറൊരാളാന്ന് പറയണ. പക്ഷേങ്കില് അപ്പോഴാണ്
സേതുവിന് കാര്യം മനസ്സിലാകുന്നേ. എന്തോ ഒരു തിരിമറി ഇതിനകത്ത് നടന്നിട്ടുണ്ട്. പിന്നീട് സേതു കാര്യങ്ങളൊക്കെ തിരക്കി. അപ്പോഴേക്കും വേണുഗോപാല് കാര്യങ്ങൾ പറയാണ്. എന്റെ അടുത്ത് വന്ന് ഒരുത്തനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സേതു ആന്നും പറഞ്ഞ് എന്റെ മുന്നിൽ വന്നത്. അങ്ങനെ കാര്യങ്ങളെല്ലാം ആദ്യമായിട്ട് അവസാനം വരെ പറയണം. കല്യാണം മുടങ്ങാൻ കാരണമായതും എല്ലാ കാര്യങ്ങളും. അപ്പോഴേ സേതുവിന് പക്ഷെ അത് ആരാ എന്താ എങ്ങനെയാന്നും മനസ്സിലായില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേണുഗോപാൽ പറഞ്ഞു, എനിക്ക് അവൻ എന്തായതാന്നും അറിയത്തില്ല, സേതു ആന്നും പറഞ്ഞ് എന്റെ മുന്നിലേക്ക് വന്നെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവനൊരു സംശയമായി. ഇനി ഒരു പക്ഷെ ഇന്ദ്രനെങ്ങാനും ആണോ? എന്നാലും ഒരു സംശയം മനസ്സിലുണ്ടായിരുന്നു സേതുവിന്റെ മനസ്സിൽ. ഒടുവിൽ സേതു പറഞ്ഞു, നിങ്ങൾ കാരണം എന്റെ ജീവിതം ഞങ്ങളെ പൊന്നുമടത്തിന്ന് അമ്മ ഇറക്കി വിട്ടു. അറിയാവോ, ഞാൻ ഒരു കാര്യം അറിഞ്ഞിട്ടുള്ള കാര്യമല്ല. എന്നെ ഇറക്കി വിട്ടത് പോരട്ടെ, പക്ഷേങ്കില് പൊന്നുമടത്തിലെ പൂർണ്ണാമയ്ക്ക് വേണ്ടി പണിത വീടാണത് ഞങ്ങളുടെ അച്ഛന്. പക്ഷേങ്കിൽ അവിടുന്ന് പോലും ഇറക്കി വിട്ടു. നിങ്ങൾ വന്ന് എന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തണം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. ഞാൻ എന്തോ ഒരു തെറ്റ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് അമ്മ എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നേ. എന്നെ പോലും അമ്മ അകറ്റി നിർത്തിയിരിക്കുക. സത്യാവസ്ഥ അവിടെ ഒന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് വേണുഗോപാലിനെ തന്റെ തെറ്റ് മനസ്സിലായത്. അപ്പൊ നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ എങ്കിൽ അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും, സേതുവിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വാടകയ്ക്കെടുത്ത വീട്ടിൽ വെച്ച് അവൻ തന്റെ തലക്കടിച്ച കാര്യങ്ങളൊക്കെ പറയണം. അത് കേട്ടപ്പോ ഒരു സംശയം, അപ്പൊ ഇന്ദ്രൻ തന്നെയാണോ? അങ്ങനെ ഇന്ദ്രന്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഇന്ദ്രന്റെ ഫോട്ടോ കാണിച്ചു പറഞ്ഞു, ഇത് തന്നെ ആളെന്ന് പറയണം. അപ്പോഴേക്ക് സേതു പറഞ്ഞു, ഇത് എന്റെ പെങ്ങളുടെ ഭർത്താവാ എന്നൊക്കെ പറയണം. പിന്നെ അവനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. പിന്നീട് പൊന്നുമടത്തിലേക്ക് വേണുഗോപാല് വരാന്ന് പറഞ്ഞു, സേതുവിന്റെ നിരപരാധിത്വത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒടുവില് എന്ത് ചെയ്തു, അവര് പൊന്നുമടത്തിലേക്ക് പോവാണ്. ഈ സമയത്ത് സേതു പല്ലവിയെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഋതുവിനെ അച്ഛനെയൊക്കെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരണമെന്ന് പറയണം. പൊന്നുമടത്തിലേക്ക് വരണമെന്ന് പറയണം. അങ്ങനെ ഋതുവിനെ അച്ഛനെയൊക്കെ കൂട്ടിക്കൊണ്ട് പൊന്നുമടത്തിലേക്ക് വന്നു. അപ്പൊ പൂർണ്ണാമ മാത്രം വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഇന്ദ്രനും ആ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ദ്രനെയും കൂടെ അങ്ങോട്ട് വിളിക്കണമെന്ന് പറഞ്ഞു. കാരണം ഒരു കാരണവശാലും ഇന്ദ്രനെ അറിയരുത്. അപ്പൊ ഇന്ദ്രന് ഈ കാര്യങ്ങൾ അറിയത്തില്ല. സേതുവും അതുപോലെ വേണുഗോപാലും തമ്മില് ഒരുമിച്ചെന്നുള്ള കാര്യം, അല്ലെങ്കിൽ തന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വന്നുള്ള കാര്യം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇന്ദ്രൻ പിന്നാലെയാണ് വരുന്നത്. ഇന്ദ്രൻ ആദ്യം വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേണുഗോപാല് പൊന്നുമടത്തിലേക്ക് ചെല്ലുക. ലക്ഷ്മി അമ്മയും മൂർത്തിയൊക്കെ ഇറങ്ങി വന്നു. അങ്ങനെ ഇറങ്ങി വേണുഗോപാലിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി അമ്മ ഇങ്ങനെ വേണുഗോപാലിനെ നോക്കണം. പിന്നീടാണ് വേണുഗോപാൽ എന്ന ആ സത്യങ്ങളൊക്കെ പറയണേ. എന്തേ, ഇവനല്ല എന്നോട് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞേ. ഇവനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതാ സേതുമാധവൻ എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. എന്റെ അടുത്തേക്ക് വന്ന വേറൊരുത്തനാന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മമ്മ പറഞ്ഞു, എന്തേ വെറുതെ കള്ളത്തരം പറഞ്ഞുകൊണ്ട് വരണ്ടെന്ന് പറയണം. ഞാൻ കള്ളത്തരം ഒന്നുമല്ല പറഞ്ഞത്, സത്യമാന്ന് പറയണം. അങ്ങനെ സേതുവിന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തുവാണ്. അപ്പോഴേക്കുമാണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇന്ദ്രൻ അങ്ങോട്ട് വന്നിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വേണുഗോപാൽ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ അങ്ങോട്ട് വന്നു. അപ്പോഴാണ് ഇന്ദ്രന്റെ കാര്യം മനസ്സിലാകുന്നത്. ദൈവമേ, തന്റെ കള്ളത്തരം പിടിക്കപ്പെട്ടോന്നൊരു ചിന്ത. അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവനെ എടുത്തിട്ട് ഇടിക്കുന്നുണ്ട് സേതുവും അതുപോലെ വേണുഗോപാലും എല്ലാരും കൂടെ ചേർന്ന്, ശ്രീഹരി എല്ലാം കൂടെ ചേർന്ന് ഇടിച്ചിഞ്ച പരുവാക്കണം. അപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഋതു അച്ചുവൊക്കെ അറിയണേ. ഇന്ദ്രനാണ് സേതുമാധവൻ എന്നാ പറഞ്ഞ് മുന്നോട്ട് എന്നതും ജീവിതം താർത്തേന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. ഋതുവിന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഋതു ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ലത്. അത്രയ്ക്ക് ഒരു നെറുകടവൻ കാണിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് സേതുവിന്റെ നിരപരാധിത്വമൊക്കെ ലക്ഷ്മിയമ്മയ്ക്ക് മനസ്സിലായി. ഈ സമയത്താണ് പൂർണ്ണിയമ്മ വിളിക്കുന്ന സേതുവിനെ വിളിച്ച് സംസാരിക്കുകയാണ്. മോനെ എങ്ങനെയായി അവിടെ പോയിട്ട് കാര്യങ്ങളെന്നൊക്കെ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പൂർണ്ണിയമ്മയ്ക്ക് വല്ലാത്തൊരു തലകർക്കമൊക്കെ അനുഭവപ്പെടുകയാണ്. പെട്ടെന്ന് പൂർണ്ണിയമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ പോയി. ആ സമയത്ത് സേതു ഹലോ പറഞ്ഞെങ്കിലും മറുപടി ഒന്നും കേട്ടില്ല. സേതുവിന് എന്തോ അപകടം മണത്തു. സേതുവും പല്ലവി അച്ചു എല്ലാരും കൂടെ അവര് നേരെ വാടക വീട്ടിലേക്ക് ഓടി ചെല്ലുവാണ്. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച പൂർണ്ണിയാമ്മ നിലത്ത് വീണ് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒടുവില് പൂർണ്ണിയാമ്മ കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ഇനി എന്തായി തീരും എങ്ങനെയായി തീരും നടത്തില്ല. ലക്ഷ്മിയമ്മ ശരിക്കും സേതുവിന്റെ കാല് പിടിച്ച് മാപ്പ് പറയേണ്ടതായിട്ട് വരും. സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഇനിയിപ്പം പൂർണ്ണിയാമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പോലും അറിയത്തില്ല. പൂർണ്ണിയാമ്മേനെ സർവ്വാധികാരത്തോടും കൂടിയിട്ട് പൊന്നുമടത്തിലേക്ക് ഏറ്റവും സേതു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്മിയമ്മയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങാതിരിക്കാൻ വഴി ഇല്ലല്ലോ. എന്താണെങ്കിലും പൂർണ്ണിയമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് സേതു പൊന്നുമടത്തിലേക്ക് കയറുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അപ്പൊ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലെല്ലാം ഇന്ദ്രനിട്ട് നല്ല പണിയാ. അപ്പൊ ഇന്ദ്രനുമായിട്ടുള്ള ജീവിതം ഇതോടുകൂടി മിക്കവാറും ഋതു അവസാനിപ്പിക്കും.
ഇന്ദ്രനെ പടിയടച്ച് പിണ്ടം വെക്കുകയും ചെയ്യും. ഇന്ദ്രന് സ്വന്തം വീടുമില്ല, ഭാര്യ വീടും ഇല്ലാത്തൊരവസ്ഥ വരും. സ്വന്തം വീട്ടിലേക്ക് എന്ന രാജലക്ഷ്മി ഇനി കേറ്റില്ല. പാറുവിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയത് ഇന്ദ്രനാന്നുള്ള കാര്യം രാജലക്ഷ്മി അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ വെറുതെ വിടുവോ? അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.